നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്നത്തെ കളികളിൽ സൂപ്പർ താരങ്ങൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഇന്നിങ്സ് 38 ഓവറിലെത്തി നിൽക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യ 62 പന്തുകളിൽ നിന്ന് 66 റൺസാണ്. എങ്ങനെ 62 പന്തുകളിൽ നിന്ന് 66 റൺസ്. തൊട്ടടുത്ത ഓവർ 39ാമത്തെ ഓവർ കഴിയുമ്പോൾ 68 പന്തുകളിൽ നിന്ന് 100 റൺസ്. 62 പന്തിൽ 66 എടുത്ത ആൾ അടുത്ത 6 പന്തുകളാകുമ്പോഴേക്കും 100 റൺസിലേക്ക് കുതിച്ചെത്തി എന്നർത്ഥം. സോ പൊള്ളിച്ചടുക്കിയ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ആ 6 പന്തുകൾ അദ്ദേഹം ട്രീറ്റ് ചെയ്ത രീതി നോക്കണം. 6 അടുത്ത 6 വീണ്ടും 6 വീണ്ടും 6 4 5 6ഉം ഒരു 4 അടക്കം അദ്ദേഹം അങ്ങ് പൊളിച്ചടുക്കി 68 പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി അവിടെ പിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുമാത്രമല്ലെന്നേ, ഒരു പിടി താരങ്ങൾ ഇപ്പോൾ ദേവദത്ത് പടിക്കലിൻ്റെ സെഞ്ചുറി വീണ്ടും നമ്മൾ കണ്ടു. ദേവദത്ത് പടിക്കൽ ഇപ്പോൾ 13 സെഞ്ചുറികളും 12 50കളും വെറും 37 ലിസ്റ്റ് എ ഇന്നിങ്സുകളിൽ നിന്നാണ് ഈ ഒരു പ്രകടനം വരുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ആദ്യ മത്സരത്തിൽ സെഞ്ചുറി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ മത്സരത്തിൽ സെഞ്ചുറി ഉണ്ടായിരുന്നു, 4ാമത്തെ മത്സരത്തിലും 5ാമത്തെ മത്സരവും ഇപ്പോൾ സെഞ്ചുറി ആയിരിക്കുന്നു. പൊളിച്ചെടുക്കുകയാണ് സൂപ്പർ താരങ്ങളെന്ന് പറയാതെ വയ്യ. അതോടൊപ്പം തന്നെ നോക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം 108 റൺസാണ് ഇന്നത്തെ മത്സരത്തിൽ ദേവദത്ത് പടിക്കൽ അടിച്ചിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ മൊത്തം ഇന്നിങ്സ് പറഞ്ഞാൽ 92 പന്തുകളിൽ നിന്ന് 113 റൺസാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നിരിക്കുന്നത്. അതോടൊപ്പം അക്സർ പട്ടേലിൻ്റെ സെഞ്ചുറി ഉണ്ട് ഇന്ന്, 111 പന്തുകളിൽ നിന്ന് 130 റൺസ്. തിലക് വർമ്മയുടെ സെഞ്ചുറി ഉണ്ട്, 118 പന്തുകളിൽ നിന്ന് 109 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അങ്ങനെ എവിടെ നോക്കിയാലും പൊളിച്ചെടുക്കുന്ന ബാറ്റർമാരെയാണ് നമ്മൾ ഇന്നത്തെ മത്സരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ കേരളത്തിനെതിരെ കുമാർ കുഷാഗ്രയുടെ സെഞ്ചുറി ഇന്ന് പിറക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. മറുപടി ബാറ്റിങ്ങിൽ സഞ്ജുവിൻ്റെ ഒക്കെ ചിറകിലേറി കേരളം തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ജാർഖണ്ഡ് 50 ഓവറുകളിൽ കേരളത്തിനെതിരെ 7 വിക്കറ്റിന് 311 റൺസാണ് അടിച്ചത്. അവർക്ക് വേണ്ടി കുമാർ കുഷാഗ്ര 137 പന്തുകളിൽ നിന്ന് 8 4ഉം 7 6ഉം അടക്കം 143 റൺസ് അടിച്ച് പുറത്താകുന്നു. ഇഷാൻ കിഷനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു. ബാബ അപരാജിത്ത് കോട്ടൺ ബൗൾഡാക്കി പറഞ്ഞു വിടുമ്പോൾ ഇഷാൻ കിഷൻ 21 റൺസാണ് അടിച്ചത്. എന്നാൽ അനുകൂൽ റോയ് ഇപ്പം മികച്ച പ്രകടനം കുമാർ കുഷാഗ്രയ്ക്കൊപ്പം നിന്നുകൊണ്ട് നടത്തി. 72 പന്തിൽ നിന്ന് 72 റൺസ്. കേരളത്തിന് വേണ്ടി MD നിതീഷ് 10 ഓവറിൽ 46 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. ബാബ അപരാജിത്ത് 10 ഓവറിൽ 56 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. അങ്ങനെ അവർ 311 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ കേരളം 6 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ 45 റൺസുമായിട്ട് നിൽക്കുകയാണ്. സഞ്ജു സാംസൺ 17 പന്തിൽ നിന്ന് 14 റൺസുമായിട്ടും രോഹൻ എസ് കുന്നുമൽ 19 പന്തിൽ നിന്ന് ഒരു 4 4 6ഉം അടക്കം 30 റൺസുമായിട്ടും ക്രീസിലുണ്ട്. ഏതായാലും ഇതിലെന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും രോഹൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കോർ ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.